ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. വാതിലൊക്കെ തുറന്ന് മുറ്റത്തോട് കുറച്ച് നേരം അലഞ്ഞ് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇറയത്ത് കയറി വന്നപ്പോഴാണ് ഞാനൊരു പരിചയമില്ലാത്തൊരു സാധനം കാണുന്നത്. എന്താണത്? ന്യൂസ് പേപ്പർ. ആഹാ, കൊള്ളാം. അത് വെറുതെ എടുത്ത് കൈ പിടിച്ച് വീഡിയോ എടുത്താൽ അത് വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷായി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ബിലാലതേ ടാങ്കിന് മുകളിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു. അവനെ വിളിച്ചപ്പോൾ എക്സ്പ്രഷനാണ് കാണുന്നത്. പിന്നെ ഇന്ന് ഉമ്മച്ചി തന്നിട്ട് പോയൊരു ടാസ്ക്കാണ്. നമുക്കതേ ഒരുപാട് പാത്രങ്ങളിന്ന് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു. അത് കഴിഞ്ഞത് ഇന്നലെ ഞാനൊരു രാത്രി Q&A ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ തുമ്മലിനുള്ള ഗുളിക കഴിക്കുന്നത് രാവിലെ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ കുറേ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ക്ലോക്കിൽ നോക്കുന്ന സമയമായി. ഓക്കെ, വർക്കിനുള്ള സമയമായി. അപ്പോൾ ഞാൻ വേഗം പോയി ലോഗിനൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇന്ന് വീക്കിലി റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല തിരക്കായിരുന്നു. രാവിലെ തന്നെ അത്യാവശ്യം നല്ല പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഇന്ന് ലീവും കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നേ. അത് ഞാൻ കിച്ചണിൽ പോയി നോക്കി എന്താണിന്ന് കഴിക്കാനുള്ളത്. ഇടിയപ്പം മുട്ടക്കറിയും. ആഹാ, നല്ല സൂപ്പർ ഇടിയപ്പം മുട്ടക്കറിയും. അപ്പോൾ നമ്മൾ ചായ കുടിക്കുമ്പോഴാണെങ്കിലും ചോറിനുമ്പോഴാണെങ്കിലും കുറച്ച് നേരം ഫോണിൽ തോണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ രസമില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനും അതുപോലെയാണ്. ഞാനും ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്കൊരു ഇഞ്ചി കടിക്കാൻ കിട്ടിയത്. അപ്പോൾ അത്രയും നേരം ഓർത്തുകൊണ്ട് തന്നെ എന്തായിരുന്നു എന്നുള്ളത് ആ നിമിഷം തന്നെ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ നോർമലായിട്ടിരുന്ന് ഫുഡ് കഴിച്ച്. പിന്നെന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ ആകാംക്ഷഭരിതരമായിട്ടിരിക്കേണ്ട. പിന്നെ ഞാൻ വീണ്ടും വർക്കിലേക്ക് കടന്നു. ബാക്കി റിപ്പോർട്ട് ചെയ്യണ്ടേ, ഇന്ന് വ്യാഴാഴ്ചയിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ട്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. പിന്നെ എനിക്കല്ലാതെ പ്രൊജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഞാൻ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നൊരു ദിവസമായിരുന്നു ഇന്ന്. അതിൻ്റെ ഇടയിൽ ഒരു കോളിംഗ് ബെൽ. യെസ്, നമുക്ക് പറപ്പിൽ നിന്ന് എന്തോ പാഴ്സൽ വന്നിട്ടുണ്ട്. പൊട്ടിച്ചോക്കാൻ സമയമില്ല. വീണ്ടും നമ്മൾ വർക്കിൽ കയറാൻ പോവാണ്. അതേ, നമ്മൾ സ്കാൻ റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയും എനിക്കറിയില്ല എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഗ്രൂപ്പിലൊക്കെ എന്തൊക്കെയോ മെസ്സേജ് വരുന്നുണ്ട്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷായി. ഇപ്പോൾ ഒന്ന് ചില്ലായി. ഇപ്പോൾ നോക്കി എൻ്റെ ഹെയർ നോക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് ടൈപ്പ് ഹെയർ ആണെന്നുള്ളത്. ചില സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ്, ചില സമയത്ത് കേളി ഹെയർ ആണ്. ഇത് ഒരുമാതിരി ഒന്ന് സ്ട്രെയിറ്റും അല്ല കേളും അല്ലാത്തൊരു സൈസ് ഒരു ഹെയർ എനിക്കിഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ പോയി ചോറിന് ഇന്ന് വാഴയ്ക്ക തോരനും പപ്പടവും മത്തി വറുത്തത്, ചാള വറുത്തതെന്നൊക്കെ പറയും, മത്തി വറുത്തതാണ്. പിന്നെ നമുക്കുള്ളത് സ്പെഷ്യലായിട്ട് എന്താണുള്ളത്, ചെമ്മീൻ ചമ്മന്തി, ചെമ്മീനും കാന്താരിയും കൂടെ അരച്ച ചമ്മന്തിയാണ്. പിന്നെ ഇതാ മഴവിൽ മനോരമയിൽ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സിനിമയുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമ ഉണ്ടോണ്ട് ഞാൻ ചോറുണ്ണാറ്. അത് കഴിഞ്ഞ് ഞാൻ വർക്കിന് കയറി. പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് സ്റ്റക്കായി നിൽക്കുകയാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എക്സലൊന്നും ഓണാവുന്നില്ല, വർക്കാവുന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചായ വയ്ക്കാൻ പോയപ്പോൾ അടുക്കളയിൽ നിന്ന് 2-3 ബദാമൊക്കെ ഞാൻ എടുത്ത് തിന്നു. പിന്നെ എൻ്റെ കയ്യിൽ എന്താ നോക്കി, ഈത്തപ്പഴമൊക്കെ ഞാൻ കഴിച്ചു. എന്നിട്ട് നമ്മുടെ ചായപ്പൊടി നല്ലപോലെ തിളച്ചു, ചായയായി. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചായ കുടിക്കുന്നതിന് മുന്നേ ഒരാൾ വരാനുണ്ട്. യെസ്, പൊന്നൂസ് വരാനുണ്ട്. അവിടെ സ്കൂൾ വിട്ട് തന്നെ ഞാനിങ്ങനെ വൈകുന്നേരം നോക്കി നിൽക്കുക അവളിങ്ങനെ വരുന്നത്. എന്താ പറയുക, ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ കാണിച്ചതാണ് ഒന്നും കൂടെ വരട്ടെ എന്നൊക്കെ. എന്നിട്ട് അവൾ ഗോപിക വാങ്ങിച്ചു കൊടുത്താന്ന് പറഞ്ഞിട്ട് ലേസൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് കഴിക്കുന്നുണ്ട്. ആ കൊച്ചിൻ്റെ പൈസ പറ്റിച്ചിട്ട് എന്ന് വന്നേക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് വൈകുന്നേരം ഇറയത്തിയിരിക്കുന്നത് ഒരു പതിവാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിൻ്റെ കുറേ കാര്യങ്ങളും അതും ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറേ ഗോസിപ്പുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. ഞാനതൊക്കെ കേൾക്കുന്നു. അതിപ്പോൾ നമുക്ക് ബിലാൽ വന്ന് പൊന്നൂസിൻ്റെ തോളത്ത് കയറിയതാണ് കാണുന്നത്. ആ കൊച്ചിൻ്റെ ഇന്ന് ലേസ് മേടിച്ചിരുന്നതും പോരെ ആ കൊച്ചിൻ്റെ ID കാർഡുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരു തിമാറിപ്പോയി ID കാർഡ് കൊണ്ടുവന്നത്. പിന്നെ അത് ഉമ്മച്ചി വന്നപ്പോൾ ബിലാൽ അവനെന്തോ സ്പെഷ്യൽ കൊണ്ടുവന്നതെന്ന് വിചാരിച്ച് നേരത്തെ നോക്കിക്കുവാണ്. പിന്നെ ഞാനൊരു നെല്ലിക്ക എടുത്ത് കഴിച്ചു. നെല്ലിക്ക ഇന്നലെ തൊട്ട് ഞാൻ കഴിക്കുന്നതാണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പുളിയുണ്ടായിരുന്നു. പിന്നെ രാത്രി ഇന്ന് ഞാൻ കഴിക്കുന്നത് അവലോസുപൊടിയും പഴമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് അവലോസുപൊടി എന്ന് പറയുന്നത്. ഉമ്മച്ചി നാളത്തേക്ക് തയ്ക്കാനുള്ള തുണിയൊക്കെ വെട്ടി വെക്കുന്നുണ്ട്. പച്ചക്കറി അരിയാൻ തോന്നിയേക്കുവാണ്. പച്ചക്കറി അരിഞ്ഞ് വെക്കണം ഇനി. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് വിറ്റാമിൻ D ടാബ്ലറ്റ് കഴിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. വീഡിയോ എടുപ്പോൾ എല്ലാം കഴിഞ്ഞ് നല്ല ടയേർഡാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ പോയി കിടക്കാൻ പോവാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.